ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്റെ മുഖം കണ്ടോന്ന് വിചാരിക്കാൻ രാവിലെ എണീറ്റ് വന്ന വഴിയാണ്. ഇപ്പോഴല്ല കുറെ നേരം എന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. നമ്മുടെ ഗാർഡനിലേക്ക് കുറച്ച് അംഗങ്ങളും കൂടി വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് കഴിഞ്ഞ ദിവസം വേറെ കുറച്ച് അംഗങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ഞാൻ വേര് പിടിപ്പിക്കാൻ വെച്ചേക്കുവാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവരെ നമുക്ക് എടുത്ത് ഗാർഡനിലേക്ക് വെക്കണം. ഗാർഡൻ ഇപ്പൊ കാണിക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇത് വെക്കുന്നത് ഈ വീഡിയോ തന്നെ ഇടണോ, വേറൊരു പാർട്ടായിട്ടിടണോ? നമുക്ക് ഇത് വെക്കുന്നത് വേറൊരു പാർട്ടായിട്ടിടാം. എന്ന് വെച്ചാൽ അങ്ങോട്ടെടുത്ത് മാറ്റി സ്ഥലം മാറ്റി വെക്കുന്നത്. അപ്പൊ ഞാനിപ്പോ എന്റെ ഗാർഡനിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ വെക്കുന്ന വേറെ പാർട്ടിടാം, അതെല്ലാരും പോയി കാണാം. ഇതിന്റെ പേര് സിന്തോണിയ എന്നാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇത് സിന്തോണിയ ആണോ അത് കുന്താണോ എന്താണെന്നൊന്ന് പറഞ്ഞു തരണം. ഇതും എന്താ അതിന്റെ ഒരു വെറൈറ്റിയാണ്. ഇത് വെള്ളം ഒഴിച്ചേ ഉള്ളൂ. അപ്പൊ വാടി എടാ ചേമ്പല്ലടാ, ചേമ്പിന്റെ ഒരു ഡൂപ്പെന്നും പറയാൻ ചേമ്പിന്റെ ഒരു അംഗം, ഒരു കുടുംബം, ഒരു ബന്ധു എന്നൊക്കെ വേണേ പറയുന്നതിന്. അപ്പൊ നമുക്ക് നമ്മുടെ ഗാർഡനിലേക്ക് പോവാം. അപ്പൊ ഗാർഡനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നോക്ക്. നമ്മുടെ ഗാർഡനിലേക്ക് നമ്മൾ 10 മണിനൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു കേട്ടോ. പുതിയ ഗാർഡൻ, അതൊരു ചെറിയ ഗാർഡൻ. പിന്നെ ആ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം നമ്മൾ ഗാർഡൻ ആക്കാനാണ് നമ്മുടെ പണി. അപ്പോൾ വീട്ടിൽ മൊത്തം ഗാർഡൻ ആക്കാനാണ് എൻ്റെ പണി. അപ്പോൾ ദേ ഇത് നമ്മൾ വെച്ച റോസ വിരിഞ്ഞു. പിന്നെ ഇവിടെ ദേ ഇത് കണ്ടു, ഇതൊരു വെള്ള പൂവാണ്. ഇത് വിരിയും അടുത്ത ദിവസം തന്നെ. അപ്പോൾ ഇത് നമ്മൾ വെച്ച വെള്ള റോസയാണ്, അതും വിരിയും. ബട്ടൺ റോസ് ആണ് ഇത്. ബട്ടൺ റോസ് വിരിയും. ബട്ടൺസ്. അപ്പൊ അത് വിട്. ഇത് നമ്മൾ അവിടെ വെച്ചിട്ട് ഇപ്പൊ വേര് പിടിച്ച കാരണാട്ടോ വെയിലത്തേക്ക് ഇറക്കി വെച്ച്. ഇപ്പൊ 2 ദിവസം കഴിയുമ്പോൾ ഇതിൽ എപ്പോഴും നല്ല പൂട്ടുണ്ടിരിക്കും. അപ്പൊ അതാണ് എന്റെ പ്രത്യേകത. പിന്നെ ഇത് നമ്മുടെ ശംഖുപുഷ്പത്തിന് ഞാനല്ല അമ്മ അച്ഛൻ ഒക്കെ കൂടിയിട്ട് ഒരു വള്ളി കെട്ടി. ശംഖുപുഷ്പം ആദ്യമായിട്ടാണ്. ഇവർ എവിടുന്ന് വരും? ഈ നാട്ടിലൊന്നും അല്ല ജീവിച്ചു തുടങ്ങി. അപ്പൊ ഇത് നമ്മൾ ചുറ്റിക്കേറ്റി ഇപ്പൊ ഇത്രയായി. ഇത് അവിടെയൊക്കെ പൂവുണ്ടായി കിടക്കുമ്പോ ഞങ്ങള് നിങ്ങളെ കാണിക്കാൻ നല്ല രസമായിട്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഗാർഡനിലേക്ക് പോവാം. കാണിക്കൂ, ഇതാണ് നമ്മുടെ ഗാർഡൻ. എടാ നിന്റെ സൈക്കിൾ എടുത്തോണ്ട് പോടാ. അവിടെ എനിക്ക് ചെടി കയറ്റി വെക്കണം. കാരണം നമുക്ക് ഇതിനടുത്ത് അങ്ങ് മാറ്റാം. വെച്ച് നമ്മുടെ ബോൾസ് ഒക്കെ കാലാവധി കഴിയാറായിട്ടുണ്ട്. ഇതാണ് ബോൾസ്. ഇതിനെ കെട്ടി വെക്കണം എനിക്ക്. അപ്പൊ ഇതിന്റെ അരി ഞാൻ എല്ലാ ദിവസവും കാണിക്കുന്നുണ്ട്. ഞാൻ എപ്പോ കയറുന്നു അപ്പൊക്കെ ഞാൻ മിക്കപ്പോഴും ഫോട്ടറ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാം. വെച്ചിട്ട് അതെ നോക്കാണേ, ഇങ്ങനെ ബോംബ് സ്ഫോടനം. നിന്റെ പേരിൽ കേസ് ഇടും ഞാൻ. ബോംബ് സ്ഫോടനം നീ പറിച്ചിട്ട് എന്തായിരുന്നു വെച്ചാൽ കാണിക്കാം. അത് വളർന്നു വന്നുള്ളൂ അവിടെ. അപ്പൊ നമ്മുടെ ഈ ബോൾസിന്റെ പൊട്ടി വീണിട്ട് ഇത് കണ്ടോ, ഈ മണി പ്ലാന്റിന്റെ ഇതിനകത്തുനിന്ന് ഞങ്ങൾ കുറെ പറിച്ചു വിട്ടു. ഇത് പൊട്ടി വീണ് കിളുത്ത് തൈയൊക്കെ വന്നായിരുന്നു. അതിന് നട്ടും വെച്ചു. അപ്പൊ ഇനി നമുക്ക് കുറച്ചുകൂടി ബോൾസ് നടാൻ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ സംഭവം. പുതിയ ടൈപ്പ് ചെടികളാണ് കേട്ടോ. ഇതാണ് കപ്പ് ചെടി. ഇതൊക്കെ ഞാൻ ഓരോരുത്തൊന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. ഞാനും അമ്മയും കൂടിയിട്ട് സന്ധ്യ ആവുമ്പോഴത്തേക്ക് കവറും തൂക്കി അങ്ങ് ഇറങ്ങും. അങ്ങനെ പറിച്ചുകൊണ്ട് വന്ന ചെടികളാണ് ഇത്. അങ്ങനെ ഇറങ്ങിയ ചെടികളാണിത്. ഇത് കണ്ടോ, ഇതൊരു ചവിട്ടല്ലേ സ്നേക്ക്. ഞാനവിടെ അടിച്ചിട്ടാണ്. ഒന്നും വളർത്തരുത്. സ്നേക്ക് പ്ലാന്റ് ആണ്. ചെറുത് കണ്ടില്ലേ? ഇത് 2 എണ്ണം കേട്ടോ. അത് ഞങ്ങള് 2 ഒറ്റ ഇതായിട്ട് കുത്തിയതാണ്. എന്ന് വെച്ചാൽ ഒരു തൈ ഉണ്ടായിരുന്നു, അതിനെ പറിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് പിഴുതെടുത്ത് 2 എണ്ണത്തിന് വെച്ച കേട്ടോ. ഇതാണ് അതിന്റെ ഉള്ളിലത്തെ. അതിന്റെ കളറാണെന്ന് മനസ്സിലാവും. ഇതാണ് അതിന്റെ പുറത്തെ. ഈ സാധനം ഇതിന്റെ ഉള്ളിൽ നിന്നെയാണ്. അപ്പൊ പറിച്ച് മാറ്റി വെച്ചാണ്. അപ്പൊ കുറെ ഉണ്ടാവുമല്ലോ. മാറാ അപ്പത്തേക്ക് ഇത് കണ്ടു. ഇതാണ് ഞാൻ കൊണ്ടുവന്നിട്ട് ഈ ചെടിയെല്ലാം കൊണ്ടുവന്നിട്ട് മിനിഞ്ഞാന്ന് കൊണ്ടുവന്ന ചെടിയാണ് ഇതെല്ലാം. മിനിഞ്ഞാന്ന് കൊണ്ടുവന്ന. അതെ, എന്നുവെച്ചാൽ അവിടെ അല്ലാണ്ട് ബോൾസ് ഒക്കെ ഒഴിച്ച് റോസയൊക്കെ ഒഴിച്ച് ഇതൊക്കെ ഞങ്ങൾ ഇന്നലല്ല മിനിഞ്ഞാന്ന് കൊണ്ടുവന്ന ചെടിയാണ്. അപ്പൊ ഈ ചെടി മാത്രം പൂവിടും കേട്ടോ എല്ലാ ദിവസവും എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവച്ചിട്ട് 2 ദിവസവും പൂവിട്ട്. ഇപ്പൊ ഇത് കണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ പൂ. നോക്കിട്ട് കണ്ടോ, ഇതാണ് രാവിലെ വിരിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അടങ്ങി നിൽക്കുന്നത്. രാവിലെ ഒരു ദിവസം വീഡിയോ എടുക്കാം, അപ്പൊ കാണിച്ചു തരാം. അപ്പൊ അതെ
നല്ല രസമായിട്ട്. ഇത് ഈ പർപ്പിൾ ചെടിയും കൂടി ആയത് കാരണം എനിക്ക് ഇതിന്റെ കളർ ഒത്തിരി ഇഷ്ടമായി. അപ്പൊ ഇങ്ങനെ തെളിഞ്ഞിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഈ ചെടീനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് ഏതോ ഒരു ചെടിയാണ്. ഇതിന്റെ ഇവിടെ ഞാൻ വേറൊരു ചെടി ഇതിന്റെ കുഞ്ഞതിനെ വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇത് മറ്റേ ഇതാണെന്ന് തോന്നുന്നു. ഇതിന്റെ സൈഡിൽ കണ്ടോ, ഇതാണോ അതെ ഇതും അത് തന്നെയാട്ടോ. ഇതിന്റെ രണ്ടും വ്യത്യസ്ത ചെടികളാണ്. കാരണം ഇത് കണ്ടില്ലേ, ഇതിന്റെ സൈഡിൽ ഇങ്ങനെ പർപ്പിൾ വര വന്നേക്കണ കണ്ട. ഈ വരയുള്ള ചെടീനെ നമ്മൾ വെയിലത്ത് വെച്ചാണ്. ഇതിപ്പോൾ വേര് പിടിക്കാൻ വേണ്ടിയാണ് ഇവിടെ വെച്ചാണ്. വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ നല്ല കളറായിട്ട് ഇങ്ങനെ എടുത്ത് അറിയും കേട്ടോ. അപ്പം രണ്ടും വേറെ വേറെ സൈസാണ്. അതാണ് ഞാൻ പോടാ വേറെ വേറെ സൈസാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ വാഴച്ചെടി കൂട്ടാണ് എനിക്ക് തോന്നുന്നത്. നിന്നെ പോലെ ഞാനിപ്പോ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു വാഴച്ചെടിന്ന്. നീയാണ് വാഴച്ചെടി. ഓടിച്ചു കളയാതെ അതവിടെ നീ ഇത് കണ്ടില്ല, ഇതാണ് നമ്മുടെ വാഴച്ചെടി. ഇവനാണ്. അപ്പൊ ഇത് കണ്ടില്ലേ, ഇത് കാട്ടിൽ വെക്കുന്നത് മേടിക്കാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അത് ഞാൻ ഒരു ചേച്ചിയുടെ വീട്ടിൽ പോയി കളക്ട് ചെയ്തോണ്ട് വന്ന ചെടിയാണ്, ഞാനും അമ്മയും കൂടിയിട്ട്. ഇവിടെ എന്ത് പ്രശ്നമുണ്ട് കേട്ടാ. ഇതാണ് സിന്തോണിയാണോ എന്തോണിയാണോ എനിക്കറിയില്ല. ധോണിയാണോ നിന്ന് തല ധോണീനെ കഴുതേന്ന് വിളിച്ചല്ലേടാ. ധോണി ഫാൻസ് ഒക്കെ നിന്നെടുത്തിട്ട് എറിയിട്ടാ. അപ്പത്തേക്ക് ഇത് കണ്ടില്ലേ, ഇത് സിന്തോണിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ, എനിക്ക് അറിയത്തില്ല, അതാണ് തോന്നുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ വേറെ ഒരു വ്യത്യസ്ത ചെടികൾ. ഇത് ഇവിടെ ഇത് കണ്ടില്ലേ, ഇതിപ്പോ മാറവും മുമ്പിൽ മരം പോലെ വന്ന് നിൽക്കുക. ഇത് നമ്മുടെ പനിക്കൂർക്കയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? പലരും വീട്ടിലുണ്ട്. അപ്പൊ ഇത് പനിക്കൂർക്ക സാധാരണ പച്ച നിറത്തിലാണ് ഞാൻ കാണുന്നത്, ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിന്റെ ഒരു വ്യത്യസ്ത കളറിനാണ്. ഇതിന്റെ വെള്ള ഡോട്ട് വര കണ്ടോ സൈഡില്. എന്താടാ നിനക്കൊക്കെ? സൈഡിൽ വെള്ളമുണ്ട്, പച്ച തന്നെയാണ് കേട്ടോ. പക്ഷെ കണ്ടില്ലേ എന്താടാ ഇതിലിത് മറ്റേ പച്ചയില് വെള്ള വര വരുന്ന നല്ല രസമുണ്ട്. നല്ല പനിക്കൂർക്കയുടെ മണമാണ്. പക്ഷെ ഇതിൽ പലരും ഇത് ആദ്യം പോയി പടി, നീ പോയി പടി. പലരും ഇതില് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ച് കുടിക്കില്ല, അതുകൊണ്ട് തന്നെ ഇത് കുടിക്കും. പക്ഷെ പലരും ഇത് സാധാരണ ചെടിയായിട്ട് തന്നെ വളർത്തുന്നത്, അല്ലാണ്ട് വെള്ളം തിളപ്പിക്കാനൊന്നും ഉപയോഗിക്കില്ല. പ്രത്യേകിച്ച് ഞാൻ ഉപയോഗിക്കും വെള്ളം തിളപ്പിക്കാൻ. ഞാൻ ഇല്ല വീഡിയോ എടുക്കാം, നീ അങ്ങ് കേറി ഇന്ന് പറ. അല്ല മനസ്സില്ല, മൈൻഡ് ചെയ്യാണ്ടിരുന്ന. അപ്പൊ ഇതൊരു ഉള്ളി പോലൊരു ചെടിയാണ്. ഇതിന്റെ അടിയിൽ ഇത് ഞങ്ങൾ കൊണ്ട് കുഴിച്ച് വെച്ചപ്പോ സബോള ഇല്ലേ, സബോളയുടെ തൊലി, സബോള ഇരിക്കുന്ന കൂട്ട് ഒരു സാധനം ഉണ്ടായിരുന്നു. സബോള തന്നെയല്ല, വേറെന്തോ ഒരു സാധനമാണ്. അമ്മ അത് എടുത്തോണ്ട് വന്നപ്പോഴേ പറഞ്ഞു ഇത് മിക്കവാറും കറി വെച്ച് തിന്നൂന്ന്. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. പിന്നെ അത് അതിന്റെ കാര്യം വിട്ടുപോയില്ല, അമ്മ കറി വെച്ച് തിന്നൂല. അപ്പൊ ഇതെന്തോ ഒരു ചേമ്പ് കൂട്ടുള്ള ഒരു സൈല തന്നെയാണ്, അതിന്റെ പേരറിയില്ല. ഇതും വെയിലത്ത് വെക്കുമ്പോ കളറ് മാറി വരും. പിന്നെ ഇത് ലക്കി ബാമ്പു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലക്കി ബാമ്പു കണ്ടില്ലേ, ലക്കി ബാമ്പു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നമ്മുടെ ഇവിടെ ഉള്ള ലക്കി ബാമ്പു കണ്ടില്ലേ, അതൊരു പച്ച മാത്രമുള്ളത്. അവിടെ 3 നിൽപ്പുണ്ട്. ഇത് ലക്കി ബാമ്പു പച്ച മാത്രമുള്ള ആട്ടോ നമ്മുടെ കയ്യിലുള്ള. ഈ പനിക്കൂർക്കയിൽ പോലുള്ള വെള്ള വര വരുന്ന ഒരു ലക്കി ബാമ്പു ആണിത്. എനിക്ക് ഒരെണ്ണേ കിട്ടിയുള്ളൂ, പിന്നെ അത് വെച്ച് നമുക്ക് ഇങ്ങനെ പറിച്ചു കുത്തി റെഡിയാക്കി എടുക്കാം. പിന്നെ ഇത് നേരെ വെക്കാനോ, ഇതൊരു തൂങ്ങിക്കിടക്കുന്ന സൈസ് ചെടിയാണ്. ഇങ്ങനെ തട്ടിൽ വേനൊക്കെ തൂക്കിയിടില്ലേ, ചെടിന്ന് പറഞ്ഞാൽ തൂക്കിയിടുന്ന ചെടിയാണത്. അതെ, ഡെക്കോറിനൊക്കെ ഞാൻ സമ്മതിച്ചു. വീടിന്റെ സൈഡിൽ തൂക്കിയിടില്ലേ, വീട് ഫുള്ളും അങ്ങ് തൂക്കിയിടും. എന്നാണ് ഓവറാട്ടാ നീ. ഇപ്പൊ ഇത് ഞാൻ ചട്ടി വെച്ചാണ്, എന്നിട്ട് ഇത് പറിച്ചു കുത്തി നമുക്ക് തൂക്കിയിടാം. തൂക്കിയിടുന്ന ചട്ടി എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാട്ടോ തൂക്കാത്ത. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഇത് തർട്ടിൽ വൈൻ. ഇത് ഞങ്ങളുടെ വീട്ടില് പണ്ട് ഉണ്ടായിരുന്നു. തർട്ടിൽ വൈൻ അത് ഒത്തിരി ഉണ്ടായിരുന്നു ഇവിടെ. വൈൻ ഉണ്ടാക്കുന്ന സാധനം. എന്നാ നിനക്ക് വല്ല പ്രശ്നം ഉണ്ടാ? തർട്ടിൽ വൈൻ ആണ് ഇത്. ഒത്തിരി ഇവിടെ ഉണ്ടായിരുന്നു. അത് അതിൽ നിന്ന് ഞങ്ങൾ കുറെ എടുത്ത് കളഞ്ഞു കേട്ടോ. കാരണം നമുക്ക് പലരും പറഞ്ഞ് ഞങ്ങൾ കേട്ടതിൽ പാമ്പ് കയറും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചു. പക്ഷെ അതിൽ ഒന്നും കയറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതിനെ വീണ്ടും ഇതിനെ വെച്ച് റെഡിയാക്കി എടുക്കാൻ ഓർത്തു. അപ്പൊ ഈ സാധനം ഞങ്ങൾ വർഷങ്ങളായി പറിച്ചു കളഞ്ഞിട്ട്, എന്നാലും അവിടെ അതിന്റെ അവശിഷ്ടം കിടന്നാണിത്. അതിനെ വെച്ച് ഞങ്ങൾ ഇത്തിരി കിളിപ്പിച്ചോണ്ട് വന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. പിന്നെ ഇത്
ഇതൊരു പാമ്പാണോ അതോ ചേമ്പാണോ ചേനയാണോ വാഴയാണോ വാഴയാണോ അതോ തെങ്ങിന്റെ ഓല കൂട്ടൊക്കെ ഇരിക്കുന്നൊരു സാധനമാണ്. ഇത് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇത് നല്ല രസമായിട്ട് വരും കേട്ടോ. ഇത് അവിടെ വെക്കുന്നുണ്ടപ്പോൾ ഞാൻ എനിക്ക് പറിച്ചു തന്നെയാണ് ആ ചേച്ചി. ഇടക്ക് വെച്ച് നമ്മുടെ ഫോൺ ഹീറ്റായി ഞങ്ങളുകൊണ്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഈ ചെടിനെ കുറിച്ചല്ലേ പറഞ്ഞു നിർത്തിയേ. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് വെയിലത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ കളർ മാറും കേട്ടോ. ഇത് വെക്കുന്ന കൂട്ട് തന്നെ കളർ മാറും. അടുത്ത ഇതും ഇങ്ങനെ തട്ടിൽ വൈൻ കൂട്ട് തൂക്കിയിടുന്ന ടൈപ്പ് എന്തോ ഒരു ചെടിയാണ്. കിട്ടിയപ്പോൾ അങ്ങനെ വെച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടി ഇതിൻ്റെ ഇലക്ക് നല്ല കട്ടിയാട്ടോ. ഇത് എന്തോ ഒരു ചെടി, ഇതും തൂക്കിയിടുന്ന ടൈപ്പ് എന്തോ ചെടിയാണ്. പിന്നെ ഇത് നമ്മുടെ ഇല വീണോണ്ടിരിക്കുക. ഇത് 10 മണിയില്ലേ, 4 മണി 3 മണി 2 മണി 1 മണി അങ്ങനെ പറയുന്ന ആ 10 മണിയാണ്. ആ 10 മണിയുടെ ചുമപ്പ് കളറിൻ്റെ ഇല്ലായിരുന്നു, അപ്പൊ അത് തന്നെയാട്ടോ, അതുണ്ട്. പിന്നെ ഇത് ചുമപ്പ്, ഇത് വേറെ ഏതൊരു കളറാണ്. പിന്നെ ഇതും അത് തന്നെയാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. പിന്നെ ഇത് ഏനാദിയിൽ നിന്ന് ഞാനൊന്ന് കൊണ്ടുവന്ന് അത് കാണിച്ചു. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് വെക്കുന്ന ഞങ്ങളൊരു വേറൊരു വീഡിയോ ഇട്ടിടാം അല്ലേടാ? പറ. ഇടാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമ്മുടെ ഗാർഡൻ്റെ വെച്ചിട്ട് കയറ്റങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ ഇതുണ്ട്, ഇത് നല്ലോണം വളർന്ന് പന്തലായിട്ട് നിൽക്കുന്ന കാരണം ഇവിടെ തണലില്ല, തണലാണ്. ഇതിന്റെ സൈക്കിളാണ്, അവൻ തന്നെയാണ്. ഇതിന്റെ പൊക്കത്തൊക്കെ കയറി നമുക്ക് ഇരിക്കാട്ടോ. അതിന്റെ പ്രത്യേകതയാണ് മനസ്സിൽ. വേണ്ട, ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ മരം കയറി എന്ന് വിളിക്കും നിങ്ങളിനി. മരം കയറി എന്ന് വിളിക്കും, കാരണം ഞാൻ ഇപ്പൊ കയറുന്നില്ല. പിന്നെ മരം കയറാത്തവർക്ക് ഇത് അറിയാൻ പറ്റും. എന്നാ വെച്ചാൽ അത് കാണിച്ചു കൊടുത്താടാ. നീണ്ട മരം കയറിയാണല്ലേ. ഇത് ഇവിടെ ചവിട്ടും, ഇവിടെ ഇരിക്കും. നല്ല രസമാണ്. ഇരിക്കടാ, ഇരിക്കൂ. ഇങ്ങനെ നമുക്ക് ഇരിക്കാട്ടോ ഇവിടെ. ഞാൻ ഒരു ദിവസം വന്ന് കോൾഡ് കോഫിയൊക്കെ ഇവിടെ ഇരുന്ന് കുടിച്ചിട്ടുണ്ട്. അയ്യോ ചത്ത്. ആ ചെടിയിട്ടെങ്ങാലും ചാടിയ അയ്യോ ഞാൻ കുടിക്കും. ഞാൻ വീടുവാണെ ചാവും, അത്രേ ഉള്ളൂ. ഈ ചീങ്ങമാണോ കപ്പളെ ചമ്മിച്ചോണ്ടിരിക്കുവോ? അയ്യോ, വെള്ളത്തിന് ഭയങ്കര മാറ്റം. അത് നടാൻ വേണ്ടിട്ട് 2 ദിവസമായി ഞാൻ വെച്ചിട്ട്, ഇതുവരെ നട്ടില്ല. ഞാൻ പിന്നെ കുളിച്ചിട്ടില്ല, ഞാൻ കുളിക്കാൻ വേണ്ടി പോവാ. നീ കുളിച്ചിട്ട് വന്നേല്ലേ, നിനക്ക് എന്നാ മാറ്റാം. എനിക്കൊരു പ്ലാൻ ഉണ്ട്. എടാ ഒച്ച ഉണ്ടാക്കല്ലേ. ഇവിടെ ഇച്ചിരി ഫ്യൂച്ചറൊക്കെ ആയി വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വാതിലൊക്കെ സെറ്റ് ചെയ്തിട്ട്, അങ്ങനെയല്ല നമ്മുടെ ഈ കോലൊക്കെ കുത്തിയുള്ള വാതിലില്ലേ, ഇടിച്ച് കേട്ടാ നീ തന്നെ. ഇങ്ങനത്തെ വാതിൽ ഇവൻ ചെയ്ത് കളയൂട്ടാ പോടാ. ഇങ്ങനത്തെ വാതിൽ സെറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ റൗണ്ടിൽ ഒരു സാധനം വെച്ച് ഇങ്ങനെ പൂ കയറ്റി വിടാൻ എനിക്കൊരു ഐഡിയ ഉണ്ട്. പിന്നെ ഗൈസ് അതാണ് എൻ്റെ പ്ലാൻ, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ. ബൈ.